അമ്മേ വന്ന് കേറ്. വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അതെപ്പോ അങ്ങനെ? നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. രഘുവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇപ്പൊ വരും. വണ്ടി വരുമെന്നോ? ആരാ നിങ്ങളെ കൊണ്ടുപോകാൻ വരുന്നത്? അതൊന്നും രഘുവേട്ടൻ അറിയേണ്ട കാര്യമില്ല. എനിക്ക് മോൾക്കും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ, ഇനി അത് വേണ്ട. ആരെ കണ്ടിട്ട് നിന്റെ അഹങ്കാരം എനിക്ക് അറിയാമോ? ദയാമി, ഇപ്പൊ ഈ സഹായിക്കാൻ മനസ്സ് കാണിച്ച് കൂടെ കൂടുന്നവരുടെയൊക്കെ ലക്ഷ്യം മറ്റു പലതുമായിരിക്കും. അത് ഓർത്ത് വേണം നീ സഹായം സ്വീകരിക്കാൻ. എന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ സഹായിക്കാൻ വരുന്നവരുടെ കാര്യം. ആളുകളെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. പിന്നെ രഘുവേട്ടനെ പരിചയപ്പെടുന്നവരെ ഞാനും മോളും പല പ്രതിസന്ധികളെയും അതിജീവിച്ചത് തന്നെയാ. ദയാമി, നീ തർക്കിച്ച് നിൽക്കാതെ വന്ന് വണ്ടി കയറാൻ നോക്ക്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രഘുവേട്ടന്റെ കാര്യം നോക്ക്. സ്വന്തം കുഞ്ഞിന്റെയും ഭാര്യയുടെയും കാര്യത്തില് ആദ്യം ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറഞ്ഞിട്ടാണോ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ആമി എന്ന് മുതലാ അവന്റെ വാക്കുകൾക്ക് ഇത്ര വില കൊടുക്കാൻ തുടങ്ങിയത്? അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. അതെ, ഒന്ന് നിന്നേ. എനിക്കവനൊന്ന് കാണണം. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ രഘുവേട്ടനൊന്ന് പോയേ. നീ എന്താ ഇവിടെ? ഞാനിവരെ തെറാപ്പിക്ക് കൊണ്ടുപോവാൻ. തെറാപ്പിക്കോ? അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. വാമി കേറ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്നതിന്റെ പകുതി താല്പര്യമെങ്കിലും സ്വന്തം ബിസിനസിന്റെ കാര്യത്തിൽ കാണിക്കുക. നീ ജോലിയില്ലാതെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട കാര്യം മറക്കരുത്. നീ ഉയർത്തിക്കൊണ്ടുവന്നൊക്കെ തകർന്നു വീഴാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് കൃത്യമായി കമ്പനി വരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാനത് അടച്ചുപൂട്ടും.